ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോറൂമിൽ ചെന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സർവീസ് സെൻറ്ററിൽ ചെന്ന സമയത്തുണ്ടായ ഒരു അനുഭവം എല്ലാവരായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതായത് ഒരു ബൈക്കിൻ്റെ ഷോറൂമാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ പറ്റിക്കപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല. നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ശരിക്കും നമ്മളെ പറ്റിക്കുകയാണോ, അതോ നമ്മളെ ചൂഷണം ചെയ്യുകയാണോ, അതോ നമ്മുടെ അറിവില്ലായ്മേനെ ചൂഷണം ചെയ്യുകയാണോ, അതോ നമ്മൾ പറ്റിക്കാൻ നിന്ന് കൊടുക്കുന്നതാണോ? ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുക? കാരണം ഇങ്ങനൊരു ചോദ്യം ചോദിച്ചതിൻ്റെ കാര്യം, ഇതുപോലത്തെ ഒരു ചോദ്യം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചിരിക്കുന്നത് @രാകേഷ് MM ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഇതുപോലത്തെ വീഡിയോകൾ യൂട്യൂബിൽ ഒരുപാടുണ്ട്, പറ്റിച്ച് തിന്നുന്നതിൻ്റെ സുഖം ഒന്ന് വേറെയാണ്, അതുകൊണ്ടാണ് അവർ ജനങ്ങളെ പറ്റിക്കുന്നത്. ഓക്കെ, ശരിക്കും ഇതൊരു എന്നാ പറയുന്നത്, ഈ ഒരു പറയുന്ന രീതിയെ തെറ്റാതെ ഞാൻ പറയത്തില്ല. ഇത് എൻ്റെ ഒരു അർത്ഥത്തിൽ ഞാൻ പറയുകയാണ്, ഇത് തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അവർ ശരിക്കും നമ്മളെ പറ്റിക്കുകയാണ്. അല്ല, അവർ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ ജെനുവിൻ ആക്കാം, അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും അവർ നമ്മളെ ചൂഷണം ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ പറ്റിക്കുക എന്ന് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. കാരണം ബെയറിങ് മാറുന്ന സമയത്ത് ഇപ്പോൾ ഒരു ബെയറിങ് അഴിക്കാൻ വേണ്ടി 2 സൈഡിലെ നട്ടഴിക്കണം. ഒരു സൈഡിലെ നട്ടഴിക്കുന്ന അല്ലെങ്കിൽ നട്ടഴിക്കുന്നതിൻ്റെ പൈസ വേണമെങ്കിൽ എടുക്കാം. 2 സൈഡിലെ നട്ടഴിക്കുന്നതിൻ്റെ പൈസ എടുത്ത് നമ്മളോട് പറയാം ഇത് രണ്ടും ചെയ്തതിൻ്റെയാണ്. പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ വാഹനം ഉപയോഗിക്കുന്ന ഓരോ വ്യക്തികളും ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കിയിരിക്കണം. എപ്പോഴും മിക്ക വീഡിയോസിലും ഞാൻ എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമാണ്, ഇപ്പോഴും പലർക്കും അറിയത്തില്ല. ഒരു വാഹനം സർവീസിന് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നോർമൽ സർവീസിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു കസ്റ്റമർ അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മളൊരു ആശുപത്രി പോവുകയാണ്, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഒരു ആശുപത്രി പോവുകയാണ്, അവിടെ ചെന്ന ഡോക്ടറെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തു. ഒരു തവണ അത് ചെയ്തു, അല്ലെങ്കിൽ അവരിപ്പോൾ പറയാം ഇത്രയും വലിയൊരു കാര്യം ചെയ്യണം, ഇത്രയും എമൗണ്ട് വരുമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു കാര്യം ഒന്ന് കൺസൾട്ട് ചെയ്യും, വേറൊരു സ്ഥലത്ത് ഇവിടെ ഒന്ന് കൺസൾട്ട് ചെയ്യും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മളൊരു സർവീസ് സെൻറ്ററിലാണ് ചെയ്യുന്നത്, അവിടുത്തെ നമുക്ക് സർവീസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത ഓപ്ഷനുണ്ട്, വേറെ സ്ഥലത്ത് പോകാം. അല്ലെങ്കിൽ ഇവിടെ ഇത്രയും റേറ്റ് പറഞ്ഞാൽ അടുത്ത സ്ഥലത്ത് വിളിച്ച് ചോദിക്കാം ഇതെന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്ര രൂപ വരും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈറ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആസ് എ കസ്റ്റമർ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. ഈ അഡ്വാൻറ്റേജസ് നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. അല്ലാതെ നമ്മൾ ചൂഷണം ചെയ്യാനോ അല്ലെങ്കിൽ പറ്റിക്കപ്പെടാനോ നിന്ന് കൊടുക്കാതിരിക്കാനേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളൊരു വാഹനം എടുക്കുമ്പോൾ തൊട്ട് ആ വാഹനത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെങ്കിലും, അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ വാഹനത്തിൻ്റെ ഓണേഴ്സ് മാനുവലിൽ തന്നെ പറയുന്നുണ്ട്. ഏതൊക്കെ സർവീസ് എപ്പോഴൊക്കെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്, ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റവും വരുത്തരുത്. ഇത് ചെയ്യുന്ന സർവീസ് സെൻറ്ററിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവർ ഇന്ന വർക്കും കൂടെ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ അവരോട് ക്വസ്റ്റ്യൻ ചെയ്യണം, നമ്മൾ ചോദിക്കണം. കാരണം ചെയ്യുന്ന വർക്കിന് പൈസ കൊടുക്കുന്ന ആസ് എ കസ്റ്റമർ നമ്മൾ തന്നെയാണ്. ഇന്ന വർക്ക് ചെയ്യണം, എന്തിനാണ് ഈ വർക്ക് ചെയ്യുന്നത്, ഇത് ചെയ്തില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോറൂമിൽ ചെന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സർവീസ് സെൻറ്ററിൽ ചെന്ന സമയത്തുണ്ടായ ഒരു അനുഭവം എല്ലാവരായിട്ടൊന്ന് ഷെയർ ചെയ്യാം. അതായത് ഒരു ബൈക്കിൻ്റെ ഷോറൂമാണെന്ന് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന പോലെ പറ്റിക്കപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ചെറിയൊരു എമൗണ്ടൊക്കെ ആയിരിക്കും, കുറേ അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആവും. പിന്നെ ഇതിനകത്ത് പലർക്കും പല കാര്യങ്ങളും അറിയില്ല. നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്യാം. ഒരു വാഹനം സർവീസിന് കൊടുത്തു കഴിഞ്ഞപ്പം എൻജിൻ ഫ്ലഷിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ആകപ്പാടെ വാഹനം ഓടിയിരുന്ന 12,000 കിലോമീറ്റർ 3 വർഷമായിട്ടുള്ളൂ. 3 വർഷമുള്ള ഒരു വാഹനം 12,000 കിലോമീറ്റർ ഓടിയൊരു വാഹനത്തിന് എൻജിൻ ഓയിൽ ഫ്ലഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ചെയ്താൽ മതിയായിരുന്നു. കാരണം രാവിലെ കൊടുത്തപ്പോൾ ഞാനല്ല പോയത്, പിന്നെ ഞാൻ പോയായിരുന്നു. അപ്പോൾ ഏതാ സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അവർ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് അപ്പോളജി എല്ലാം ചെയ്തുകൊണ്ട് മാത്രം ഞാൻ അവരുടെ പേര് വ്യക്തമാക്കുന്നില്ല. പക്ഷേ ഇതെല്ലാവരും അറിയണം, എൻജിൻ ഓയിൽ ഫ്ലഷിങ് എന്തിനാണ് ചെയ്യുന്നത്. ശരിക്കും ഒരു 12,000 കിലോമീറ്റർ ഓടിയൊരു വാഹനത്തിന് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പല വർക്കുകളും അവർ ക്യാൻവാസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് നമ്മുടെ വാഹനത്തിന് ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പം വാഷ് ചെയ്യുന്നു, പോളിഷ് ചെയ്യുന്നു, അതൊക്കെ ഓരോ കസ്റ്റമർ ഡിമാൻഡും ഷോറൂമിലുള്ളവരുടെ ഒരു അഡ്വാൻറ്റേജും അല്ലെങ്കിൽ അവരുടെ ഒരു ബെനിഫിറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യം നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിനിലോട്ട് ഒരു കാരണവശാലും കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ഓണേഴ്സ് മാനുവൽ പ്രകാരം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ റെക്കമെൻഡ് ചെയ്യുന്ന ആ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തോണം. കാരണം സ്പാർക്ക് പ്ലഗ് മാറേണ്ട കിലോമീറ്റർ ഒരു 40,000 പറയുന്നു, കൃത്യം 40 അല്ലെങ്കിൽ 40ൻ്റെ കുറച്ച് മുമ്പ് മാറിയാലും കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എൻജിൻ റിലേറ്റഡ് ആയിട്ട് എൻജിൻ ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആസ് പെർ സർവീസ് മാനുവലിൽ
പറയുന്ന രീതിക്ക് നിങ്ങൾ വൃത്തിയായിട്ട് ചെയ്തോണം. അല്ലാത്ത കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇനി എന്തെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ അവർ പറയുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യണം, എന്തുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത്, ഇത് ചെയ്തില്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കുഴപ്പങ്ങൾ എന്താണ്, നിങ്ങളിത് ചെയ്യുന്നതിന് നിങ്ങളുടെ ഫൈനൽ റേറ്റ് എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. ഇത് വേറൊരു സ്ഥലത്തും കൂടെ നിങ്ങൾക്ക് ഒരു എൻക്വയറി നടത്താൻ സാധിക്കും. കാരണം ഒരു ഷോറൂം മാത്രമായിരിക്കത്തില്ല നമുക്കുള്ളത്, പല ഷോറൂംസ് കാണും. അവരുടെ തന്നെ ഷോറൂമിൽ ചോദിക്കണം ഞാൻ ഒരിക്കലും പറയത്തില്ല, വേറെ ഷോറൂമിൽ ചോദിച്ച് നോക്കുക. ഇപ്പം ഹീറോയുടെ തന്നെ എനിക്ക് പണി കിട്ടിയ ഒരു സ്ഥലം ഹീറോയാണ്. ഒരു കാരണവശാലും ഞാനിവിടെ ജൂബിലി സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം അവർ മേടിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ഈ വീഡിയോയുടെ അവസാനം ഞാൻ ആ വീഡിയോ ഒന്നുകൂടെ ഇട്ടേക്കാം. ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. പക്ഷേ എനിക്ക് എൻ്റെ വാഹനം ഓടിച്ചേ പറ്റത്തുള്ളൂ. അടുത്തൊരു സ്ഥലത്ത് കൊടുത്ത് ഞാൻ റിപ്പയർ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളിൽ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ്സ് ഇടുക, ബാക്കിയുള്ളവർ മനസ്സിലാക്കട്ടെ, ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ബാക്കിയുള്ളവരും അറിയണം. ബാക്കിയുള്ളവർക്ക് ഈ ഒരു പ്രോബ്ലം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പോരാട്ടം അതിനു വേണ്ടി തന്നെയാണ്. കാരണം ഇന്ന് നിങ്ങൾക്ക് പണി കിട്ടി, നാളെ വേറൊരാൾക്ക് പണി കിട്ടും. എന്തുകൊണ്ട് നമ്മൾ ഒരാളെ സഹായിക്കാൻ നോക്കുന്നില്ല? ചെയ്യുക, ഉറപ്പായിട്ടും ചെയ്യണം. ഏതായാലും ഇതിലെന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. നമ്മളെ പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് കൊടുക്കരുത്. നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ വാഹനത്തിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു സ്ഥലത്ത് നിന്ന് ചോദിക്കുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അടുത്ത സ്ഥലത്തും കൂടെ പോയി ചോദിക്കുക എത്ര രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സർവീസ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ വർക്കിന് കയറി കഴിഞ്ഞിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ആ ഒരു ഏർപ്പാട് ഇനി വേണ്ട, അത് തെറ്റാണ്. ഇനി ആ പരിപാടിയിൽ നിങ്ങൾ ഒരു ഭാഗമാകാതിരിക്കാൻ ശ്രമിക്കുക.